ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ആ സാരിയുടെ പേരെന്തോന്നാ നീ പറഞ്ഞേ? കുത്താമ്പുള്ളി. കുത്താമ്പള്ളി. കുത്തിയാലും കൊള്ളാം, പള്ളിയുടെ കാര്യമാണേലും കൊള്ളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടല്ലോ. എന്റെ പൊന്നു കൊച്ചേ, എന്തെല്ലാം പറഞ്ഞാലും അവിടെ കർണത്തിട്ട് നീ അടിച്ചത് ശരിയാണോ? അമ്മ, ഞാൻ അറിയാതെ അങ്ങ് അടിക്കാൻ പറ്റുമോ? അറിയാതല്ല, മനഃപൂർവ്വ. ആ, അന്നേരത്തെ ദേഷ്യത്തിൽ പറ്റിപ്പോയതാ. ഹോ, എന്റെ ഈശ്വരാ, ദിനംപ്രതി നിങ്ങൾ കാണുന്നില്ലേ പത്രത്തിലും ടിവിയിലും ഒക്കെ നിന്ന നിപ്പില് മനുഷ്യന്മാരെയോ ഭഗവാനെ, വെള്ളത്തിൽ കൂടെ പോന്നു, മണ്ണിനടി കൂടെ പോന്നു, അവിടെ പോന്നു, ഇവിടെ പോന്നു. ഇത്രയൊക്കെ ഉള്ള പിള്ളേരെ മനുഷ്യന്റെ കാര്യം. അതിന്റെ ഇടയിലാണ് ഇവിടെ കിടന്നുകൊണ്ട് അഹങ്കരിക്കുന്നത്. അല്ല കൊച്ചമ്മ, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ആള് തീർന്നു പോയനെ. നീ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ? അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അല്ല, അയ്യോ, എന്തോന്നടാ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 100 കൂട്ടം ടെൻഷനുമായിട്ടാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. വീട്ടിൽ വരുമ്പോഴെങ്കിലും ഒരല്പം മനസമാധാനം തരിക. ഞാനതല്ല ആലോചിക്കുന്നത്. എന്റെ കാലം കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനമൊക്കെ നിങ്ങളെല്ലാം കൂടെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകുമെന്നോ? തമ്മിൽ തല്ലാവുമല്ലോ. നോക്കണ്ട പിന്നെ അത്. ഈശ്വരാ, എന്റെ ഭഗവാനെ, നീ തന്നെ ശരണം. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? എന്തോന്നടാ ഇതൊക്കെ? ഞാൻ തോന്നിയമ്മ. ഇതാണോ നീ പറഞ്ഞ സാരി? നോക്ക്. അയ്യോ, ഇതാ എന്റെ സാരി. ആണോ? ആണമ്മ. ആണല്ലോ. ആ, എന്നാ ഒരു കാര്യം കൂടെ കേട്ടോ നീ. ഇതിനെന്തോ പറയുന്നതെന്നും കൂടെ കേക്ക്. സുഹാസിനി ചേച്ചി, ഞാനേ സുനിതാ മേനോനാ. കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ വന്നിട്ട് പോന്നപ്പോഴത്തേക്കിനും ലക്ഷ്മി മോടെ കുത്താമ്പള്ളി സാരിയില്ലേ, അറിയാതെ എന്റെ ബാഗിലായി പോയി. അവൾ അറിഞ്ഞാലേ ചോദിക്കാതെ എടുത്തോണ്ട് വന്നതിന് അവൾ എന്റെ ബെക്കിട്ട് കയറും. സത്യമായിട്ടും അറിയാതെ ഇതെന്റെ ബാഗിലായി പോയതാണേ. അവളോട് പ്രത്യേകം പറയണം കേട്ടോ. സാരി ഞാനേ ഓഫീസിൽ ഏൽപ്പിച്ചേക്കാം കേട്ടാ. അയ്യോ, കഷ്ടം. പെറ്റ തള്ളയ്ക്ക് പോലും പേടി. ചിലപ്പോ അടി പാഴ്സലായിട്ടൊക്കെ ചെല്ലും. എന്റെ ലക്ഷ്മി, എന്തിന്റെ സുഖടാ പിള്ളാരെ നിങ്ങൾക്കൊക്കെ. സാരി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അതിനിടയ്ക്ക് കർണക്കുറ്റിയിൽ അടിയും കഴിഞ്ഞു. ആ സാരി ഇങ്ങോട്ട് തരാന്. അതെ, ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ ഈ സാരി ഇനി ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. അല്ലേലും ഈ സാരി അമ്മയ്ക്കേ ചേരുള്ളൂ. ആണോ? 100% കറക്റ്റാ. എങ്ങനെ? അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അത് ഇപ്പോഴും 100% എന്റെ കൊച്ചമ്മയ്ക്കാണ് ചേരുന്നത്. അവനിങ്ങനെ ശതമാനം മിനിറ്റ് വെച്ച് മാറും. ചെറുതായിട്ട് ഒന്ന് സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഒക്കെ ഒന്ന് ഇരിക്കാൻ നോക്ക്. സോറി. എന്താ ചിരി അങ്ങോട്ട് പോട്ട്. ഓ, ഇപ്പോഴും വേദന എടുത്തില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.